ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാ കാര്യങ്ങളും കോഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മുഴുവനായും കാണാം. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹം 1931 നടന്നത്. 1931 വർഷം. ഈ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ വർഷം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വർഷം നിങ്ങൾ എന്താ പറയുക, എന്തായാലും പഠിക്കേണ്ടതുണ്ട്. 1931 എന്നുള്ളത് നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചത്. ഗുരുവായൂർ എന്ന് പറയുന്നത് ഒറ്റൊരു ഗുരുവായൂർ മാത്രമേ ഉള്ളൂ അല്ലേ? ഒറ്റൊരു ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റൊരു ഗുരുവായൂർ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ 1931 ആ ഒരു സംഖ്യയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക കേട്ടോ. 1931. പലരും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നത് 31 ആണോ 30 ആണോ, ആ ഒരു രീതിയിലാണ് കൺഫ്യൂഷൻ ആവുന്നത്. അതില്ലാണ്ടാക്കാനാണ് പറഞ്ഞത് 31. നമ്മുടെ ഗുരുവായൂര് ഒറ്റൊരു ഗുരുവായൂർ അമ്പലം ഇല്ലു അല്ലേ? അപ്പോൾ അതുകൊണ്ട് 1931 എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തു വെക്കാം. ക്ഷേത്രപ്രവേശനത്തിനും അതുപോലെ അയിത്തത്തിനും എതിരായിട്ട് നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിനും എതിരായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഏത് ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയതെന്ന് അറിയാവോ? അത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്. അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ജനങ്ങൾക്ക് കൂടുതലും വരുന്നത് ഗുരുവായൂരാണെന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തു വയ്ക്കുക. ജനഹിത പരിശോധന നടത്തിയത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്? ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1931 നവംബർ 1 അല്ലേ? വർഷം നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒറ്റൊരു ഗുരുവായൂർ മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞല്ലേ? അപ്പൊ 1931. ഓക്കെ, അപ്പൊ ഗുരുവായൂർ ഇപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിൽ നൗ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. നവംബർ. ഓക്കെ, ഇപ്പോഴും ഉണ്ട്. ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നവംബർ 1 ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷമാണ് പറയുന്നത് 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് KPCC. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് KPCC. KPCC എന്ന് പറഞ്ഞ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വയ്ക്കുക. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. KPCC ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കിയത് വടകര സമ്മേളനത്തിൽ വെച്ചാണ്. വടകര സമ്മേളനത്തിൽ വെച്ച്. ഓക്കെ, എന്താണ് KPCC ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കിയ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് വടകര സമ്മേളനമാണ്. ഓക്കെ, വടകര സമ്മേളനം ഓർത്തു വയ്ക്കുക. KPCC ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കിയ സമ്മേളനമാണ് വടകര സമ്മേളനം. ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ KPCC എഴുതിയൊക്കെ ഇല്ലേ? അപ്പൊ KPCC ലളിത ഗുരുവായൂരേക്ക് പോകുന്ന സമയത്ത് വടയൊക്കെ കഴിച്ചാണ് പോകുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്തു വെച്ചത് കേട്ടോ. വട, ഗുരുവായൂരൊക്കെ നമ്മൾ ട്രെയിനിലല്ലേ പോവുക, അപ്പൊ വടയൊക്കെ കഴിച്ചുകൊണ്ടല്ലേ പോവുക. ആ ഒരു രീതിയിലൊന്ന് ഓർത്തു വയ്ക്കാം. വടകര സമ്മേളനം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വടകര സമ്മേളനത്തിന്റെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് JM ഗുപ്ത. ഓക്കെ, JM ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി എന്താണ്? വടകര സമ്മേളനം നമ്മൾ പറഞ്ഞല്ലേ? അപ്പൊ ആ വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഗുപ്തയാണ്, JM ഗുപ്ത. അപ്പൊ നമ്മൾ 10 വട വാങ്ങിയിട്ടുണ്ട്. 10 ഗുപ്ത എന്നുള്ള രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. 10 വട എന്നുള്ള രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ചോദിച്ചത്? JM ഗുപ്ത. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നതാണ്. എല്ലാ ഹിന്ദുക്കൾക്കും എന്താക്കുക? ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക. ഓക്കെ, അപ്പൊ ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് K കേളപ്പനാണ്. അദ്ദേഹം നിരാഹാരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ, AKG എന്ന് നമ്മൾ വിളിക്കുന്ന AK ഗോപാലൻ. ഓക്കെ,
നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. സെക്രട്ടറി കേളപ്പനാണ്. ഈ പ്രസിഡന്റും സെക്രട്ടറിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. പ്രസിഡന്റ് ആര്, സെക്രട്ടറി ആര് എന്നുള്ളത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും അതുപോലെ സെക്രട്ടറി കേളപ്പനുമാണ്, കെ കേളപ്പൻ. ഓക്കെ, അപ്പൊ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, പ്രസിഡന്റ് ആണ് മന്നത്ത് പത്മനാഭൻ. അതുപോലെ അതിന്റെ സെക്രട്ടറി കെ കേളപ്പനുമാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മൾ NSS പഠിക്കുന്നുണ്ട്, NSS നായർ സർവീസ് സൊസൈറ്റി. അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും നേരെ ഉൾട്ടയാണ്. അതായത് അതിന്റെ പ്രസിഡന്റ്, അതായത് NSSന്റെ പ്രസിഡന്റ് കെ കേളപ്പനും സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമാണ്. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനുമാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും NSSന്റെയും സെക്രട്ടറിയും പ്രസിഡന്റും പഠിക്കുന്ന സമയത്ത് ഒരേ സംഭവമാണ്, രണ്ടും ഒരേ വ്യക്തികളാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, പ്രസിഡന്റ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ്. അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം. നായർ സർവീസ് സൊസൈറ്റിയുടെ ക്ലാസ്സിൽ ഞാൻ അതിന്റെ ഒരു കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് പോയി കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ചെറിയൊരു കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ ഗുരുവായൂരൊക്കെ നമുക്കറിയാം, നമ്മുടെ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്, സ്വർണ്ണ തളിക കൊടുത്തു, സ്വർണ്ണ കിണ്ടി കൊടുത്തു, അല്ലെ സ്വർണ്ണമാല കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഗുരുവായൂര് ഗുരുവായൂരത്തെ പ്രസിഡന്റുമാരൊക്കെ ഭയങ്കര മിന്നിത്തിളങ്ങുന്നതാണ്. കാരണം ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇട്ട് നല്ല മിന്നിത്തിളങ്ങുന്ന വ്യക്തിയാണെന്നുള്ള രീതിയിൽ ചുമ്മാ ഒന്ന് ആലോചിച്ച് വയ്ക്കട്ടോ. ഗുരുവായൂര് പ്രസിഡന്റ് എന്നാ പറഞ്ഞത്, സെക്രട്ടറി അല്ല, പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റ് ഒക്കെ ഭയങ്കര മിന്നുന്നതാണെന്നുള്ള രീതിയിൽ, സ്വർണ്ണമൊക്കെ ഇട്ട് നല്ല മിന്നിത്തിളങ്ങുന്നതാണെന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? കെ കേളപ്പനാണ്. ഗുരുവായൂർ പോയാൽ നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മൾ അപ്പനെ ഓർക്കും എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും, സെക്രട്ടറി എന്നുള്ളത് ഞാൻ സെക്കൻഡ് എന്ന് ആക്കിയത്, സെക്കൻഡിൽ നമ്മൾ അപ്പനെ ഓർക്കും. അപ്പൻ അല്ലെ, കേളപ്പൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. കെ കേളപ്പൻ. എന്താണ്, പ്രസിഡന്റും സെക്രട്ടറിയുമാണ് പഠിച്ചത്. പ്രസിഡന്റ് എന്താണ്, മിന്നുന്ന കുറെ സ്വർണ്ണമൊക്കെ ഇട്ട് നടക്കും, കാരണം ഗുരുവായൂരാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും ആലോചിക്കുക. അല്ലെങ്കിൽ ഗുരുവായൂർ നമ്മളിപ്പോൾ പ്രസവിച്ച പാടുള്ള കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഒരുപാട് സ്വർണ്ണമൊക്കെ ഇട്ട് നടക്കും. ആ ഒരു എന്താണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് വിചാരിച്ച് ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, സെക്രട്ടറി എന്താണ് പറയുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ഗുരുവായൂർ പോയ ഓരോ സെക്കൻഡിൽ നമ്മൾ അപ്പനെ ഓർക്കുന്നില്ല രീതിയിൽ കെ കേളപ്പനായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ അല്ലെ. നമ്മൾ അതിന്റെ നേതാവാണ്, പ്രധാന നേതാവും കെ കേളപ്പനാണ്. അതുപോലെ നിരാഹാരം അനുഷ്ഠിച്ചതും കെ കേളപ്പനാണ്. നമ്മുടെ അപ്പനാണ് നിരാഹാരം ചെയ്തത് എന്നുള്ള രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി, കെ കേളപ്പൻ. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവും അദ്ദേഹം തന്നെയാണ്. അതുപോലെ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കെ കേളപ്പൻ തന്നെയാണ്. നിരാഹാരം നടത്തിയ വ്യക്തിയും കെ കേളപ്പൻ തന്നെയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2-നാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2. ഓക്കെ, നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിനിന്റെ എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിനിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ക്യാപ്റ്റൻ എവിടെയാണ് ഉണ്ടാവുക? മുമ്പിലായിരിക്കും നിൽക്കുക അല്ലെ, എന്നിട്ട് ബാക്കി എല്ലാവരെയും കൺട്രോൾ ചെയ്യും. അപ്പം ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിനിന്റെ ക്യാപ്റ്റൻ എപ്പോൾ മുമ്പിലാണ് നിൽക്കുക. അപ്പം തിരുമുമ്പ്, സുബ്രഹ്മണ്യൻ തിരുമുമ്പുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് വായിക്കുക. ഒന്ന് നോക്കിയ പാട് നിങ്ങൾ പോയി ആൻസർ ചെയ്യരുത്, കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. നമ്മൾ പാട്ടൊക്കെ പാടുന്ന സമയത്ത് മുന്നിലാ നിൽക്കുക. അതുപോലെ പടവാളൊക്കെ എടുത്ത് നമ്മൾ മുമ്പിലാ വെക്കുക എന്നുള്ള രീതിയിൽ തിരുമുമ്പുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്.
ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി EMS നമ്പൂതിരിപ്പാടാണ്. ഈ ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും EMS നമ്പൂതിരിപ്പാട് അറിയാലോ, നമുക്ക് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, എത്ര വേണ്ടോ. കേരളത്തിന്റെ പടവാൾ അല്ലെ, പാടുന്ന പടവാൾ എന്ന് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. നെക്സ്റ്റ്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരാണ്? ബ്രാഹ്മണനല്ല, അബ്രാഹ്മണനാണ് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ P. കൃഷ്ണപിള്ളയാണ്. P. കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനാണ് ആര്? P. കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരാണ്? P. കൃഷ്ണപിള്ള. ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCCയുടെ സമ്മേളനം നടന്നത് എവിടെയാണ്? വടകര. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. അപ്പോൾ വടകരയാണ്. വടകര തിന്നുകൊണ്ടാണ് ഗുരുവായൂർ പോവുക, ട്രെയിനിൽ പോവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് ഏതാണ്? പൊന്നാനി താലൂക്കാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് ഏതാണ്? പൊന്നാനി താലൂക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. ഒന്നുകൂടി ഞാൻ വായിക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 ആണ്. ഒരു ഗുരുവായൂർ മാത്രമേ ഉള്ളൂ അല്ലെ, നമ്മൾ അറിവിൽ ഒരു ഗുരുവായൂർ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ഗുരുവായൂർ 1931 നില സംഖ്യ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിനും എതിരായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയണം അല്ലേ. ജനങ്ങളൊക്കെ വരുന്നത് ഗുരുവായൂരാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് KPCC ആണ്. KPCCന്റെ ഫുൾ ഫോം കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. KPCC ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കിയ സമ്മേളനം നമ്മൾ പറഞ്ഞല്ലേ, വടയൊക്കെ കഴിച്ചിട്ടാണ് KPCC ലളിത ഗുരുവായൂരൊക്കെ പോകുക എന്നുള്ള രീതിയിൽ വടകര സമ്മേളനം. അത് 1931 മെയ്യിലാണ് കേട്ടോ നടന്നത്. മെയ്യിൽ. വർഷം ഇമ്പോർട്ടൻ്റ് ഇല്ല, 1931 നില നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തെടുത്താൽ മതി. വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഗുപ്ത അല്ലെ. 10 വടയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നതാണ്. ഓക്കെ. നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് KK എളപ്പനാണ്. അദ്ദേഹം തന്നെയാണ് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി. അതുപോലെ സെക്രട്ടറിയും അദ്ദേഹം തന്നെയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും ഒന്ന് ഓർത്ത് വയ്ക്കാം. മെയിൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മെയിൻ ആള് എന്ന് പറയുന്നത് നമ്മുടെ KK എളപ്പനാണ്. മെയിൻ നേതാവ്, പ്രധാന നേതാവ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. വളണ്ടിയർ ക്യാപ്റ്റൻ അല്ലെ, AKG. ക്യാപ്റ്റൻ നമ്മൾ വേറെ പറയുന്നുണ്ട്, അത് വെറും ക്യാപ്റ്റൻ ആണ്. ഇത് വളണ്ടിയർ ക്യാപ്റ്റൻ ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആണ് AK ഗോപാലൻ. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഇമ്പോർട്ടന്റ് ആണ്. പ്രസിഡന്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ, പ്രസിഡന്റ് ഒക്കെ ഭയങ്കര സ്വർണ്ണൊക്കെ ഇട്ട് മിന്നിത്തിളങ്ങുന്ന ഒരു വ്യക്തിയാണ്. മന്നത്ത് പത്മനാഭൻ. അല്ലെങ്കിൽ പ്രസവിച്ച കുട്ടികളൊക്കെ ഭയങ്കര സ്വർണ്ണൊക്കെ ഇട്ടിട്ട് ഭയങ്കര മിന്നുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, സെക്രട്ടറി എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് ഗുരുവായൂർ പോയാൽ ഓരോ സെക്കൻഡിലും നമ്മൾ അപ്പനെ ഓർക്കുന്നില്ല രീതിയിൽ KK എളപ്പനുമായിട്ട് കണക്ട് ചെയ്യാം. നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് KK എളപ്പൻ. KK എളപ്പൻ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിച്ചിട്ടുണ്ട് 32 ഒക്ടോബർ 2-ന്. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിനിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരാണ്? ക്യാപ്റ്റൻ മുമ്പിലാ നിൽക്കുക അല്ലേ. അപ്പം തിരുമുമ്പ്, സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. പാടുന്ന പടവാൾ, കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. EMS ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് എന്താണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ പറഞ്ഞിട്ടുണ്ട് P. കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCCയുടെ സമ്മേളനം നടന്നത് വടകര പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനി. ഓക്കെ. നെക്സ്റ്റ്, കുറച്ച് കൺഫ്യൂസിങ് ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ, KK എളപ്പൻ. നെക്സ്റ്റ്, ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ME നായിഡു ആണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് C. കേശവൻ. അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് AK ഗോപാലൻ.
ഓക്കെ, ഇതിൽ നമുക്ക് അവസാനത്തെ 3 പഠിക്കേണ്ടതുള്ളത്. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് ME നായിഡു ആണ്. ശുചീന്ദ്രം അല്ലെ, ഭയങ്കര ശുചിത്വമുള്ളതാണ് നായി എന്നുള്ള രീതിയിൽ നായിഡു ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ആ ഒരു രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് കേശവനാണ്. കേശവൻ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് പാലിയം എന്നുള്ളത് ഞാൻ പാലയാണ് എടുത്തത്, പാല. അപ്പൊ നമ്മൾ ശവമായി കഴിഞ്ഞാൽ പാലമരത്തിൽ കൂടുന്ന അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പ്രേതങ്ങൾക്ക് പാലമരത്തിൽ ഉണ്ടാവുന്നല്ലേ നമ്മളൊരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ശവമായി കഴിഞ്ഞാൽ ശവമായി കഴിഞ്ഞാൽ നമ്മൾ പാലമരത്തിൽ കുടിയിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ചുമ്മാ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് ഗോപാലൻ, AK ഗോപാലൻ. ഓക്കെ, അപ്പൊ 3 പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് നമ്മൾ പറഞ്ഞു കേളപ്പനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് നായിഡു. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് കേശവൻ. അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് AK ഗോപാലൻ. അമരാവതി ആരാണ്? ഗോപാലൻ. അമരാവതി എന്ന് പറയുമ്പോൾ എനിക്ക് അമര എന്നുള്ള ഒരു പച്ചക്കറി ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന അറിയില്ല. അമര എന്ന് പറഞ്ഞൊരു നമ്മൾ ഉപ്പേരിയൊക്കെ വറുക്കുന്ന ഒരു പച്ചക്കറി ഐറ്റം ഉണ്ട്. അപ്പോൾ അതൊക്കെ മുറിക്കുന്നത് ഗോപാലനാണ് എന്നുള്ള രീതിയിലൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഗോപാലൻ, AK ഗോപാലൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഗുരുവായൂർ സത്യാഗ്രഹമാണ് നമ്മൾ സംസാരിച്ചത്. കണക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കമൻ്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.